IT പ്രൊഫഷണൽസിൻ്റെ കുറേ കോഴ്സുകളെ കുറിച്ചാണ് പറയുന്നത്. മുന്നേ 1-2 വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ മകന് BTech ഇൻ IT ആണ് ചെയ്യുന്നത്, കോഴ്സ് കഴിഞ്ഞു, അതിനുശേഷം എന്ത് ചെയ്യും എന്നുള്ള ഒരു ഇത് ചോദിച്ചു. സാധാരണഗതിയിൽ ഫ്രഷായിട്ട് കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ജോലി കിട്ടുമ്പോൾ കുറച്ച് സ്ട്രഗിളാണ്. കാരണം ഏത് ഫീൽഡിൽ പോകും, IT എന്ന് പറയുന്നത് ഒരു വലിയ ഏരിയയാണ്. അപ്പോൾ ഏത് ഏരിയയിലാണ് ജോലി ചെയ്യുക എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അപ്പം ഇവിടെ ഇപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് കഴിഞ്ഞവർക്ക് കുറേ എക്സ്പീരിയൻസും കുറേ സർട്ടിഫിക്കേഷനൊക്കെ അവൈലബിൾ ആണ്. ആ റൈറ്റ് ആയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് അത് പഠിച്ച് അത് സർട്ടിഫൈ ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. ഇത് 2 തരത്തിൽ നമുക്കിതിനെ കാണാൻ പറ്റും. ഒന്ന് BTechോ MTechോ നിങ്ങൾ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ കഴിഞ്ഞതിന് ശേഷം നേരിട്ട് ജോലിയിലേക്ക് പോകുന്നതും കുറേ കാരണം ഇൻഡസ്ട്രിയിലുള്ള ടെക്നോളജി വെൻഡേഴ്സിൻ്റെ ഒക്കെ ഒരുപാട് സർട്ടിഫിക്കേഷൻ ഒരുപാട് അതോറിറ്റികൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒക്കെ സർട്ടിഫിക്കേഷൻസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടാൻ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഒരു IT കഴിഞ്ഞ് കഴിഞ്ഞാൽ IT എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ഫ്രഷ് ഒരു അണ്ടർസ്റ്റാൻഡിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിലൊരു ഈവൻ ഇപ്പോൾ ഗ്രാജുവേഷനിൽ അവർ കോമൺ ആയിട്ടുള്ള കുറേ സബ്ജക്റ്റുകൾ മാത്രമേ പഠിക്കുന്നുണ്ടാവുള്ളൂ. സോഫ്റ്റ്വെയർ ആണെങ്കിലും നെറ്റ്വർക്ക് ആണെങ്കിലും IT ഏത് സ്ട്രീമിൽ ഡിഗ്രി എടുത്തു കഴിഞ്ഞാലും അവരുടെയൊക്കെ നോളജിന് ഒരു ലിമിറ്റ് ഉണ്ട്. അതിനെ ഫൈൻ ട്യൂൺ ചെയ്യുക എന്നുള്ളത് ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് പല സ്ട്രീമുകളെ കുറിച്ച് നോക്കാം. ഒരാൾക്ക് പ്രോഗ്രാമറായിട്ടാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ അത് പ്രോഗ്രാമിങ്ങിൽ തന്നെ ജനറലി പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിൽ തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട്. സാധാരണ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ഉണ്ട്, വെബ്സൈറ്റ് ഡെവലപ്മെന്റ് ഉണ്ട്, ആപ്പ് ഡെവലപ്മെന്റ് ഉണ്ട്, ഇങ്ങനെ ഒരുപാടുണ്ട്. ഇതിലൊക്കെ തന്നെയും പല ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. .NET ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ജാവയിലുണ്ട്, ഒറാക്കിളുണ്ട്, പിന്നെ പൈത്തൺ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഇതിലെ ഡെവലപ്മെന്റുകൾ അതിൽ തന്നെ ലാംഗ്വേജുകൾ മൈക്രോസോഫ്റ്റും അങ്ങനെ പല പല കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ അത്തരം കോഴ്സുകൾ ചെയ്യാം, അതിൻ്റെ സർട്ടിഫിക്കേഷൻ എടുക്കാം. ആ ഒരു ഷോർട്ട് ടൈമായിട്ട് 3-4 മാസം കൊണ്ട് അല്ലെങ്കിൽ 5-6 അല്ലെങ്കിൽ 1 വർഷം കൊണ്ട് തന്നെ ആ പ്രോഗ്രാം ലാംഗ്വേജ് പഠിക്കും. കാരണം പ്രോഗ്രാം ലാംഗ്വേജ് ഒന്നും കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മാത്രമേ പഠിപ്പിക്കുന്നുണ്ടാവുള്ളൂ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കൺസെപ്റ്റ് ജനറലി പഠിപ്പിക്കാറില്ല. അപ്പോൾ ഇത്തരം കോഴ്സുകൾക്ക് ചേരുന്നത് നല്ലതായിരിക്കും. പിന്നെ അതല്ലെങ്കിൽ പിന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റ് എന്നിട്ട് വേറെ ഒരു സ്ട്രീം തന്നെ ഉണ്ട്. ഇപ്പോൾ ഒറാക്കിളിൻ്റെ ഒക്കെ OCP അങ്ങനെ തുടങ്ങി കുറേ MS SQL ഓരോ ആപ്ലിക്കേഷനിലും അതിൻ്റെ ഡാറ്റാബേസ് മാനേജ്മെന്റ് അതൊരു വലിയൊരു ജോബ്, ഒരു ഫംഗ്ഷൻ തന്നെയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത്, ഒരു ഏരിയയാണ്. അപ്പോൾ അതിനകത്ത് പഠിക്കാം. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിക്കുക എന്ന് പറഞ്ഞപ്പോൾ ലിനക്സ്, വിൻഡോസ്, ഇതിൻ്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻ, അതിൻ്റെ കോൺഫിഗറേഷൻ, മൈക്രോസോഫ്റ്റിൻ്റെ ഒക്കെ സർട്ടിഫിക്കേഷനിൽ പോവുകയാണെങ്കിൽ വിൻഡോസ് ബേസ്ഡ് കോൺഫിഗർ 5-6 പേപ്പർ അതിൽ തന്നെ പഠിക്കാനുണ്ട്. MCSE ഇപ്പോഴൊക്കെ എൻ്റെ MCT MCSE എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേപ്പർ ഉണ്ട്. ലിനക്സിൻ്റെ ആണെങ്കിൽ റെഡ് ഹാറ്റ് ലിനക്സിൻ്റെ അഡ്വാൻസ്ഡ് സർട്ടിഫിക്കേഷൻ 5-6 മാസം കൊണ്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ഓരോ ഇതിൻ്റെയും സർട്ടിഫിക്കേഷൻസ്, അത്തരത്തിലുള്ള സർട്ടിഫിക്കേഷൻ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ പോവാം. പിന്നെ അത് ഷോർട്ട് ടൈം ആയിട്ട്, അതല്ലെങ്കിൽ നെറ്റ്വർക്കിങ്ങിലാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പോൾ മാർക്കറ്റ് ലീഡേഴ്സ് എല്ലാവരും നെറ്റ്വർക്കിങ്ങിൽ കോഴ്സ് അവൈലബിൾ ആണ്. ഏറ്റവും ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്കോയുടെ CCNA CCNP ഒക്കെ പോലുള്ള കോഴ്സുകൾ, അതല്ലെങ്കിൽ അതുപോലെ ഈക്വലൻ്റ് ആയിട്ടുള്ള ഓരോ പ്രൊഡക്റ്റും ജുനിപ്പർ ആണെങ്കിലും പോളോവോൾട്ട് ആണെങ്കിലും മാർക്കറ്റ് ലീഡിങ് ആയിട്ടുള്ള ഡിവൈസ് ഡെവലപ്പ് ചെയ്യുന്ന എല്ലാ ആളുകളും ഇതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ നടത്തുന്നുണ്ട്. പറഞ്ഞോ. ഈ കക്ക ജിമ്മിനോ ഇല്ല, അല്ല കരാട്ടക്ക്. ഞാൻ ഭാവിച്ചത് വായിക്കട്ടെ. ഞാൻ വരാം, ഞാൻ റെക്കോർഡ് ചെയ്യട്ടെ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞു. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിൽ ഒരുപാട് വെറൈറ്റി ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് കോഴ്സസ് അവൈലബിൾ ആണ്. ഏത് സ്ട്രീമാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്? നമ്മൾ പോകാൻ ഉദ്ദേശിക്കുക ഓരോന്നിലും ഒരു സ്ട്രീം വരുന്നുണ്ട്. കാരണം അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം അതിൻ്റെ ജോലി സാധ്യതകൾ ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂനിയർ, സീനിയർ, അങ്ങനെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതാണ്. ഇപ്പോൾ ഈ വെബ് ഡെവലപ്മെന്റിന് നേരത്തെ നമ്മൾ പറഞ്ഞ വെബ് ഡെവലപ്മെന്റിൽ തന്നെ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ്
എന്താ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ കാണുന്ന ഒരു ഒരു സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ, ഒരു പോർട്ടൽ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന സാധനത്തിനാണ് ഫ്രണ്ട് എൻഡ് എന്ന് പറയുക. അതിന്റെ ഡെവലപ്മെന്റ്, അതിന്റെ ഗ്രാഫിക്സ് ചെയ്യുന്നത്, അതിലെ മൊഡ്യൂൾ ഡെവലപ്പ് ചെയ്യുന്നത്, അതൊരു സൈഡും അതിന്റെ ബാക്ക് എൻഡിൽ നമ്മളൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ബാക്ക് എൻഡിൽ നടക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മളൊരു ഇ കൊമേഴ്സ് സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് വേറൊരു പേജ്, ഒരു ബാങ്കിന്റെ പേജിലേക്ക് പോകും, അതിനായിട്ടുള്ള ഇന്റഗ്രേഷൻ വേണ്ടി വരും. ലോജിസ്റ്റിക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഷിപ്പിംഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു മൊഡ്യൂളിലേക്ക് പോകുന്നത്. ഇങ്ങനെ ഇന്റഗ്രേഷൻ നടക്കുന്ന കുറേ കോൺഫിഗറേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് ബാക്ക് എൻഡ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരു ഫീൽഡാണ് മൊബൈൽ ആപ്പ് ഡെവലപ്മെന്റ്. ഇപ്പം ഏറ്റവും ഏത് സോഫ്റ്റ്വെയർ എടുത്തു കഴിഞ്ഞാലും അതിന്റെ മൊബൈൽ ആപ്പും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ മൊബൈൽ ആപ്പ് തന്നെ ആൻഡ്രോയിഡിൽ ഒരു ടൈപ്പാണ്, അതുപോലെ തന്നെ ആപ്പിളിൽ വേറെ ടൈപ്പാണ്. ഓരോ കമ്പനികളുടെ ഡിവൈസിലും ഓരോ ടൈപ്പിൽ നമ്മൾ ആൻഡ്രോയിഡിൽ വർക്ക് ചെയ്യുന്ന അതേ സാധനം തന്നെ വേറെ മീയുടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അതിൽ വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിൽ അവർ വേറെ കോഡ് യൂസ് ചെയ്തിട്ടുകൊണ്ടാണ്, യൂണിക്കോഡ് എന്നിട്ട് വേറെ സംഭവമുണ്ട്, പക്ഷെ അത് കൂടുതലായിട്ട് ആ വെണ്ടർ സ്പെസിഫിക് ആയിട്ടുള്ള കോഡ് തന്നെയാണ് എല്ലാവരും ചെയ്യാറ്. അപ്പോൾ അതിന്റെ ഡെവലപ്മെന്റും അതിന്റെ കോഴ്സസുകളൊക്കെ ഇഷ്ടം പോലെ വേറെ അവൈലബിൾ ആണ്. ഓക്കെ, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാ സാധാരണ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഡാറ്റാ സെന്ററിൽ ലോക്കൽ ഡാറ്റാ സെന്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറെ സംസാരിക്കേണ്ടി വരും. ഇപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഡാറ്റാ സെന്ററുകൾ, മൈക്രോസോഫ്റ്റിന്റെ അസൂർ ഡാറ്റാ സെന്റർ, ഒറാക്കിളിന്റെ ഡാറ്റാ സെന്റർ, AWS ഡാറ്റാ സെന്റർ, ഗൂഗിൾ ക്ലൗഡ്, ഇങ്ങനെ വലിയ വലിയ കമ്പനികളിലൊക്കെ ക്ലൗഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സർവീസ് നമ്മുടെ അവിടെ ലോക്കലി ഡാറ്റാ സെന്ററിൽ സെർവറോ വേറെ ഒന്നും വെക്കണ്ട, നമുക്ക് അവിടെ ഹോസ്റ്റ് ചെയ്താൽ. അപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഫേസ്ബുക്കോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പോ ഒക്കെ ക്ലൗഡിലാണ് ഇരിക്കുന്നത്. അപ്പം അത് നമുക്ക് എൻഡ് യൂസർ സാധാരണ പേഴ്സണൽ യൂസിനുള്ളതാണെങ്കിൽ, ഇതുപോലെ തന്നെ കോർപ്പറേറ്റ് യൂസിൽ ഇമെയിൽ ആണെങ്കിലും വേറെ ERP ആണെങ്കിലും വേറെ ഏത് ആപ്ലിക്കേഷനിലാണെങ്കിലും അത് ക്ലൗഡിലാണ് ഹോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്ലൗഡിന്റെ കോൺഫിഗറേഷൻ, അവിടുത്തെ VM സോഫ്റ്റ്വെയറുകൾ കോൺഫിഗർ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ എങ്ങനെ കോൺഫിഗർ ചെയ്യും, നമുക്ക് ആവശ്യമായിട്ടുള്ള ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കമ്പ്യൂട്ടിംഗ് കോൺഫിഗർ ചെയ്യുന്നത്, അവിടുത്തെ നെറ്റ്വർക്കിംഗ്, അതിന്റെ സെക്യൂരിറ്റി. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ ഗൂഗിൾ ആണെങ്കിലും AWS ആണെങ്കിലും മൈക്രോസോഫ്റ്റ് അസൂർ ആണെങ്കിലും ഒറാക്കിൾ ആണെങ്കിലും ഇവർക്കൊക്കെ സെപ്പറേറ്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. അതിൽ തന്നെ സിസ്റ്റം കോൺഫിഗറേഷൻ ഉണ്ട്, പിന്നെ അതിന്റെ നെറ്റ്വർക്ക് കോൺഫിഗറേഷൻ ഉണ്ട്, അതിന്റെ സെക്യൂരിറ്റി നല്ല ഡിമാൻഡുള്ള സാധനമാണ്. അതിൽ തന്നെ ക്ലൗഡിന്റെ തന്നെ സെക്യൂരിറ്റി സെപ്പറേറ്റ് ഇഷ്ടംപോലെ കോഴ്സുകൾ ആ ഫീൽഡിൽ അവൈലബിൾ ആണ്. പിന്നെ ഡാറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി. ഇപ്പൊ നേരത്തെ ഞാൻ ക്ലൗഡിങ്ങിൽ സെക്യൂരിറ്റിനെ കുറിച്ച് പറഞ്ഞു, അതല്ലാതെ ജനറൽ ആയിട്ട് സെക്യൂരിറ്റി ഉണ്ട്. നേരത്തെ നമ്മൾ നെറ്റ്വർക്കിന്റെ കോഴ്സ് CCN ഒക്കെ പറഞ്ഞ പോലെ അതിന്റെ ഒരു നെക്സ്റ്റ് കിടക്കുന്ന ഏറ്റവും ഡിമാൻഡ് മാർക്കറ്റിൽ ഏറ്റവും ഹൈലി പെയ്ഡ് ആളുകളും ഈ സെക്യൂരിറ്റി, നെറ്റ്വർക്ക് ആൻഡ് സെക്യൂരിറ്റിയിൽ പല ടൈപ്പ് ഓഫ് സെക്യൂരിറ്റി ഉണ്ട്. അതിനൊക്കെ ഡിഫറെന്റ് കോഴ്സുകൾ അവൈലബിൾ ആണ്. ഒരു നെറ്റ്വർക്കിംഗിൽ വരുമ്പോൾ അവിടുത്തെ നെറ്റ്വർക്കിങ്ങിന്റെ ഡിവൈസ് കോൺഫിഗറേഷൻ, എൻഡ് യൂസിങ് കമ്പ്യൂട്ടറിൽ വരുമ്പോൾ അവിടുത്തെ ആന്റി വൈറസുകൾ യൂസ് ചെയ്യുന്നത്, ആന്റി സ്പാം യൂസ് ചെയ്യുന്നത്, പിന്നെ മെയിൽ വരുമ്പോൾ മെയിൽ സെക്യൂരിറ്റി, ഒരു ഡാറ്റാ സെന്റർ വരുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി സർവീസസുകൾ, കോർ നെറ്റ്വർക്ക് വരുമ്പോൾ അവിടുത്തെ സെക്യൂരിറ്റി, പെരിമീറ്റർ സെക്യൂരിറ്റികൾ, പിന്നെ അതിൽ തന്നെ മൾട്ടി ഫാക്ടർ ഒതന്റിക്കേഷൻ എന്ന് പറയും, ഐഡന്റിറ്റി എഞ്ചിൻ ID എന്നൊക്കെ പറയുന്ന കാറ്റഗറി. ഈ ഓരോന്നും ഓരോ കാറ്റഗറി തന്നെയാണ്. അതിലൊക്കെ ജോബിന്റെ സെപ്പറേറ്റ് ഏരിയ തന്നെ ഉണ്ട്. അതിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ് ഇത് 2-3 തരത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ കുറെ കോമൺ ആയിട്ടുള്ള കുറെ സർട്ടിഫിക്കേഷൻ, സ്റ്റാർട്ടിംഗ് ആയിരിക്കും എപ്പോഴും അതാ നല്ലത്. കുറെ കുഞ്ഞ് കോഴ്സുകൾ ചെയ്യാൻ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള നെറ്റ്വർക്കിന്റെയും ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെക്യൂരിറ്റി, സൈബർ സെക്യൂരിറ്റി ഒക്കെ 1-2 മൊഡ്യൂളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള കോഴ്സ് ചെയ്യാം. ഓക്കെ, അതല്ലെങ്കിൽ മെഷീൻ ലേണിംഗിന്റെ ഒക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പുതിയ കുറേ കോഴ്സുകൾ അവൈലബിൾ ആണ്. ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ.